അങ്ങനെ ഫൈനലി സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ കണ്ടു. ഒരു പീക്ക് മാസ്റ്റർ പീസ് സിനിമ കണ്ടപ്പോഴത്തെ ഒരു ഫീൽ ആയിരുന്നു ബ്രാൻഡ് ന്യൂ ഡേ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത്. സിനിമയിലെ ഏതൊരു ചെറിയ സീനും ആയിക്കോട്ടെ, ആ ഒരു സീൻ നമുക്ക് തരുന്ന ഗൂസ് ബംസ് അങ്ങേ അറ്റമായിരുന്നു. നമ്മൾ നോർമലി എക്സ്പെക്ട് ചെയ്യുന്ന ഒരു സ്റ്റോറി അല്ല സിനിമയ്ക്കുള്ളത്. നോർമൽ ടോം ഹോളണ്ടിന്റെ സ്പൈഡർമാൻ മൂവീസിലെ പോലെ ഇഷ്ടംപോലെ വില്ലന്മാരോ പല പല ക്യാമിയോ റോളുകളോ ഒന്നും ഈ ഒരു സിനിമയിൽ നമുക്ക് കാണാൻ സാധിക്കില്ല. സിനിമയിൽ ഫൈറ്റ് സീനുകളുടെ എണ്ണം വളരെ കുറവായിരുന്നു. എന്നാൽ ഉള്ളത്ര ഫൈറ്റ് സീനുകളും തിയേറ്റർ കത്തിച്ചു എന്ന് തന്നെ വേണം പറയാൻ. അങ്ങേയറ്റം വേറെ ലെവൽ എക്സ്പീരിയൻസ് ആയിരുന്നു ഫൈറ്റ് സീനുകൾ. പീറ്റർ പാർക്കറിന്റെ ഒരു ക്യാരക്ടർ ഡെവലപ്മെന്റ് ആർക്കായിട്ട് തന്നെയാണ് ഈ ഒരു സിനിമ എടുത്തു വെച്ചിരിക്കുന്നത്. ഫ്രം കിഡ് ടു മാൻ എന്ന ഒരു ട്രാൻസ്ഫർമേഷൻ നിങ്ങൾക്ക് ഈ സിനിമയിൽ ഉറപ്പായിട്ടും കാണാൻ സാധിക്കും. സിനിമയുടെ മേക്കിംഗ് ആയിക്കോട്ടെ, 3D ക്വാളിറ്റി ആയിക്കോട്ടെ, വിഷ്വൽസ് ആയിക്കോട്ടെ, എല്ലാം ടോപ്പ് നോച്ച് ആയിരുന്നു. എടുത്തു പറയേണ്ട പെർഫോമൻസ് ടോം ഹോളണ്ടിന്റെയും അതുപോലെ സാഡി സിംഗിന്റെയും ആയിരുന്നു. അതുപോലെ സിനിമയിൽ പണിഷറും വരുന്നുണ്ട്. പുള്ളിക്കാരുടെ രണ്ടിലൊക്കെ തിയേറ്റർ നിന്ന് കത്തുകയായിരുന്നു. ഈ ഒരു ക്യാരക്ടറിന് ഇത്രയും ഫാൻ ബേസ് ഉണ്ടെന്നുള്ള കാര്യം ഫാൻസിന്റെ റെസ്പോൺസ് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. എന്തായാലും സിനിമയെ പറ്റി പറഞ്ഞ് ഞാൻ കൂടുതൽ സ്പോയിൽ ചെയ്യുന്നില്ല. നിങ്ങളൊരു സ്പൈഡർമാൻ ഫാൻ ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സിനിമ ഉടനെ തന്നെ തിയേറ്ററിൽ പോയി കാണുക. സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലത്തെ കണ്ടന്റ്സിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് വെക്കുക.